മാതൃകാ സഭയെ നമുക്ക് ചിന്തിക്കുവാൻ. നമ്മൾ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ സഭ മാതൃകാ സഭയാണോ? ചോദ്യം നമ്പർ 1. നമ്പർ 2, നമ്മുടെ സഭ മാതൃകാ സഭ അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സഭ ഒരു മാതൃകാ സഭയായി തീരും? അതിൽ മൂന്നാമതായിട്ട് അത് മാതൃകാ സഭയാക്കുന്നതിന് എൻ്റെ പങ്ക് എന്താണ് എന്നിട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം. സഭയെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടമല്ല. സഭയെന്ന് പറഞ്ഞാൽ വ്യക്തികളാണ്. പ്രാദേശിക സഭയുണ്ട്, സാർവത്രിക സഭയുണ്ട്. ഇങ്ങനെ 2 വിധം സഭകളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് സമയം വളരെ കടന്നു പോയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു പരിസ്ഥിതിയാണ് അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കമായിട്ട്. എന്നാൽ തുടക്കത്തിൽ ഇന്ന് തുടങ്ങണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്താണ് പറഞ്ഞ് നിർത്തിയത് എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യഗണത്തിന് ഒരു മഹാനിയോഗം കൊടുക്കുന്നു. ആ മഹാനിയോഗം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന ശേഷം നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുമെന്നുള്ളതാണ്. ആ മഹാനിയോഗത്തിന്റെ അത് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്ന ആ മഹാനിയോഗത്തിന്റെ നിവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം ആകുന്നത് വരെയും സംഭവിച്ചില്ല എന്നുള്ളത് വിചിത്രമായ ഒരു വസ്തുതയാണ്. കാരണം യെരൂശലേമിൽ ഒരു സഭ ആരംഭിച്ചു പെന്തക്കോസ്ത് ദിനത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാം അധ്യായത്തിൽ ഒരു മഹാസംഭവം നടക്കുന്നു. അവിടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. കർത്താവിന്റെ സാക്ഷിയായി നിന്ന സ്തെഫാനോസിന്റെ ദാരുണ മരണത്തിന് ദൃക്സാക്ഷികളായിരുന്ന വ്യക്തികൾ, ശിഷ്യന്മാർ ഒഴികെയുള്ളവരെല്ലാം യെരൂശലേം വിട്ട് ചിതറിപ്പോയി. അപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് ചിതറിപ്പോയവർ അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദയ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. പിന്നെ 4-ാം വാക്യത്തിൽ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവർ സഞ്ചരിച്ച് അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് യെരൂശലേമിന് വെളിയിലുള്ളതായ സഭകൾ സമാരംഭിക്കുവാൻ ഇടയായത്. നമ്മൾ കഴിഞ്ഞ ദിവസം 11-ാം അധ്യായമാണ് പഠിക്കുവാൻ ആഗ്രഹിച്ചത്. അവിടെ ഒരു മാതൃകാ സഭയുണ്ട്. ആ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം പഠിക്കുവാൻ വേണ്ടി ആരംഭിച്ചു. അതോടുകൂടി സമയം തീരുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ആ ഭാഗത്തിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ 5 നേതാക്കന്മാർ ആ സഭയിലുള്ളതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അവരെക്കുറിച്ച് ഓരോ വാചകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ കൂടുതലായി പറയുവാൻ ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ ആ വേദഭാഗം നിങ്ങളുടെ ഓർമ്മയെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നിഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നമ്മൾ എണ്ണാൻ പഠിച്ചവരാണെങ്കിൽ കാണാം അവിടെ 5 പേര്, 5 പ്രമാണികളാണ് ഈ സഭയിൽ ഉണ്ടായിരുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ 5 പേരാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും പറയുന്നത്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ഒരു പ്രവർത്തനം ഈ സഭയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സഭയിലെ 5 പ്രമാണികളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ 2 പ്രമാണികൾ, ഏതാണ്ട് 40% സഭയിലെ ആ പ്രമാണികളെ ദൈവം കർത്താവിന്റെ വേലയ്ക്കായിട്ട്, സഭയുടെ ഉള്ളിലുള്ള വേലയല്ല, സഭയ്ക്ക് പുറത്തുള്ള വേലയ്ക്കായിട്ട്, അഥവാ മിഷണറിമാരായി, സുവിശേഷകന്മാരായി അവരെ അയക്കുകയാണ് ചെയ്യുന്നത്. വിളിച്ചിരിക്കുന്ന വേല എന്താണ്? കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അതാണ് ദൗത്യം. യേശു ക്രിസ്തു ശിഷ്യവൃന്ദത്തിൽ നൽകിയ മഹാദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ സുവിശേഷം അറിയിക്കുക. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അതാണ് എന്റെ സുവിശേഷം എന്ന് ദാവീദ് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവർ വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് പറഞ്ഞത്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ കുരിശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു, അവനാണ് ലോകരക്ഷിതാവ്. അവന് മാത്രമേ നിങ്ങളുടെ ജീവിതങ്ങളിൽ വ്യതിയാനം വരുത്തുവാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ രാജ്യത്ത് വ്യതിയാനം വരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വ്യക്തിപരമായി അറിയണം.
ലഭിച്ചിട്ടുള്ളതായ അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ കൺവീനിയൻസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. അവയെല്ലാം ഉപയോഗിച്ച് അവയിലൂടെ ലോകത്തെങ്ങുമുള്ള ആളുകളെ, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്. ഇവിടെ ഇതാ അന്ത്യോക്യയിലെ സഭയിലുണ്ടായിരുന്ന 5 പ്രമാണിമാരിൽ 2 പേരെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അത് സഭയല്ല വേർതിരിച്ചത്, അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. സഭയല്ല വരെ പറഞ്ഞു. സഭ ശരി, ജെയിംസിനെ കൊള്ളാം, നമുക്ക് ജെയിംസിനെ വിടാം, ശരി റെജിയെ കൊള്ളാം, നമുക്ക് അവരെ വിടാം എന്ന് സഭക്കാർ പറയുകയല്ലായിരുന്നു ചെയ്തത്. പ്രത്യുത സഭ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഒരു സൈഡ്, ഒരു എൻഡ് റിസൾട്ട് ആയിരുന്നു പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത് എന്നുള്ളത്. എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചു. ഈ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഫലകരമായ ഒരു ശുശ്രൂഷയുടെ മധ്യത്തിലാണ് ദൈവം ഈ നേതാക്കന്മാരെ വേർതിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധാവ്യമാണ്. ഫലകരമായ ഒരു ശുശ്രൂഷ. ഇതുപോലെ ഒരു പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഫലകരമായ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസ് എന്ന് പറഞ്ഞിരുന്ന ശുശ്രൂഷകന്മാരിൽ ഒരാൾ, ഫിലിപ്പോസ് എന്ന ശിഷ്യനല്ല, കർത്താവിന്റെ ശിഷ്യനല്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്ന ഫിലിപ്പോസ്. പ്രത്യുത 6-ാം അധ്യായത്തിൽ സഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ 7 പേരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ അവിടെ നാം കാണുന്നുണ്ട്. അതിലേക്ക് കടന്നു പോകുന്നതിന് സമയം കുറവായതുകൊണ്ട് നമുക്ക് അതിന് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും അങ്ങനെ